ഹായ് ഓൾ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റിംഗ് കൗണ്ടർ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോൺസൺ കൗണ്ടറും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം റിംഗ് കൗണ്ടർ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ പിന്നെ ജോൺസൺ കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എന്താണ് റിംഗ് കൗണ്ടർ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിച്ചിരുന്നു. അതിനകത്ത് സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, പാരലൽ ഇൻ, പാരലൽ ഔട്ട്, പാരലൽ ഇൻ, സീരിയൽ ഔട്ട് എന്നൊക്കെ പറഞ്ഞ 4 ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത്തരം ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളൊരു കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ റിംഗ് കൗണ്ടറിനകത്തേക്ക് നോക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്ററിനെ നമ്മൾ സർക്കുലർ ഫോമിലേക്കാക്കി മാറ്റിയാൽ അതൊരു റിംഗ് കൗണ്ടറായിട്ട് മാറും എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു റിംഗ് കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്താണ്, എ റിംഗ് കൗണ്ടർ ഈസ് എ സർക്കുലർ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് ഓൺലി 1 F ബീങ് സെറ്റ് അറ്റ് എനി പെർട്ടിക്കുലർ ടൈം, ഓൾ അതേഴ്സ് ആർ ക്ലിയർഡ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് സർക്കുലർ ആക്കി മാറ്റിയിട്ട് നമ്മൾ റിംഗ് കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള ഒരു FFനെ അറ്റ് എ ടൈമിൽ എന്താവണം, 1 ആക്കണം. ബാക്കിയെല്ലാം ക്ലിയർഡ് ആക്കി വെക്കണം. കാരണം നമുക്ക് കൗണ്ട് ചെയ്യാന്നുള്ള മീനിലാണല്ലോ നമ്മൾ കൗണ്ടർ കൊണ്ടുവരുന്നത്. ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒന്ന് ഒരു ടൈമിൽ 1 ആവാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമുക്കത് കൗണ്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു സർക്കുലർ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ റിംഗ് കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. So by looping the output back to the input feedback, we can convert a standard shift register circuit into a ring counter. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് റിംഗ് കൗണ്ടർക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ലൂപ്പിംഗ് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ടിനെ പിടിച്ചിട്ട് നമ്മളുടെ ഇൻപുട്ടിക്ക് ഫീഡ്ബാക്ക് ആക്കിയിട്ട് കണക്ഷൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സ്റ്റാൻഡേർഡ് ഷിഫ്റ്റ് രജിസ്റ്റർ സർക്യൂട്ട് ഒരു റിംഗ് കൗണ്ടറായിട്ട് കൺവേർട്ടഡ് ആവും. നോക്കാം, എന്നുവെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് അങ്ങനെയായിട്ട് മാറും. റിംഗ് കൗണ്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ടൈമിംഗ് സിഗ്നൽസ്. നമുക്കറിയാം റിംഗ് കൗണ്ടേഴ്സ് എന്തിനാണ്, ടൈമിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു കൗണ്ടർ ഉണ്ടാക്കാൻ പോവാണ്. ആ കൗണ്ടറിൻ്റെ പേരാണ് റിംഗ് കൗണ്ടർ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു 4-bit സിങ്കണസ് റിംഗ് കൗണ്ടറാണ്. അപ്പോൾ എങ്ങനെ നമ്മളൊരു 4-bit സിങ്കണസ് റിംഗ് കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദ സിങ്കണസ് റിംഗ് കൗണ്ടർ ഈസ് പ്രീസെറ്റ് സോ ദാറ്റ് എക്സാക്ട്ലി 1 ഡാറ്റ ബിറ്റ് ഇൻ ദ രജിസ്റ്റർ ഈസ് സെറ്റ് ലോജിക് 1 വിത്ത് ഓൾ അതർ ബിറ്റ്സ് റീസെറ്റ് ടു 0. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയെല്ലാം 0 ആക്കി സെറ്റ് ചെയ്തിട്ട് ഒറ്റ ലോജിക്ക് മാത്രം 1 ആക്കി സെറ്റ് ചെയ്യുക. ഒരു FFൻ്റെ ലോജിക്ക് മാത്രം 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും ഫസ്റ്റ് ടൈമിൽ. To achieve this, a clear signal is firstly applied to all the flip-flops together in order to reset. Reset യൂസ് ചെയ്ത് നമ്മൾ ആദ്യം എല്ലാ FFനെ അങ്ങ് 0 ആക്കി മാറ്റും, ക്ലിയർ ചെയ്ത് മാറ്റും. Their output logic to 0 ആക്കി മാറ്റും. And then preset pulse is applied to the input of the first FF before the clock pulse is applied. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, അതിനെല്ലാം ക്ലിയർ ചെയ്ത് 0 ആക്കി, ലോജിക് 0 ആക്കി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൾസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് FFനെ മാത്രം ലോജിക് 1 കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലോക്ക് പൾസ് ഓൺ ആക്കുന്നത്. നോക്കാം, ഈ ഫിഗർ നോക്കൂ. FFA ഉണ്ട്, FFB ഉണ്ട്, FFC ഉണ്ട്, FFD ഉണ്ട്. അങ്ങനെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതൊരു സിങ്ക്രണസ് റിംഗ് കൗണ്ടർ ആയതുകൊണ്ട്, എന്താണ്, ക്ലോക്ക് പൾസ് എല്ലാത്തിലേക്കും കൂടെ കോമൺ ആയിട്ടുള്ള ക്ലോക്ക് പൾസാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, താഴെ കണ്ടു ക്ലിയർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് അങ്ങോട്ട് പോയിന്റ് ചെയ്യാൻ കഴിയില്ല. ആ ക്ലിയർ വെച്ചിട്ട് നമ്മൾ 4 FFനെ കൂടെ ക്ലിയർ ചെയ്തു. കണ്ടോ, എല്ലാം ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മളൊരു പ്രീസെറ്റ് ലോജിക് 1 എന്ത് ചെയ്തു, നമ്മൾ ഈ ഫസ്റ്റ് FFനേക്ക് കൊടുത്തു. ഇത് ഫസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ 1 കൊടുത്ത് പിന്നുള്ള കേസാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ 0 ആണ്. ഫസ്റ്റ് നമ്മൾ ഈ ലോജിക് 1ന് മാത്രം നമ്മുടെ ഈ ഫസ്റ്റ് FFന് മാത്രം പ്രീസെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ലോജിക് 1 ആക്കി. നമ്മൾ ആ മോഡിയനിലൊക്കെ പറഞ്ഞില്ലായിരുന്നു, പ്രീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റീസെറ്റ് ലോജിക്കൊക്കെ യൂസ് ചെയ്തില്ലായിരുന്നു. അതേപോലെ ജസ്റ്റ് ലോജിക് 1, അതേപോലത്തെ ഒരു ഓപ്ഷനാണ് ലോജിക് 1 നമ്മൾ ഫസ്റ്റ് FFലേക്ക് കൊടുത്തു. പിന്നുള്ളതൊക്കെ അപ്പോൾ 0 ആയിരിക്കും. അതേപോലെ ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് കണ്ടോ, പാരലായിട്ട് ഡാറ്റ ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ കഴിയും. 4-bit പാരലൽ ഡാറ്റ ഔട്ട്പുട്ടാണിത്. QA, QB, QC, Q0 ആണ് ഔട്ട്പുട്ടും നമുക്ക് പാരലായിട്ട് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ലൂപ്പും വർക്ക് ചെയ്ത് ഇതിനൊരു റിംഗ് കൗണ്ടറായിട്ടും ആക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ വാല്യൂസൊക്കെ പാസ് ചെയ്ത് വന്ന് ലാസ്റ്റ് എത്തുമ്പോൾ എന്താണ്, വീണ്ടും തിരിച്ച് ഇൻപുട്ടായിട്ട് ഇവിടെ കൊടുക്കും. അങ്ങനെ ഇതൊരു കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രം നോക്കാം. ഇതാണ് ടൈമിംഗ് ഡയഗ്രം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, ഇവിടെ കണ്ടോ, ഈ ആരോ ഇട്ട് കണ്ടോ. കാരണം ഇത് ഷിഫ്റ്റ് ചെയ്ത് പോകാമെന്ന് കാണിക്കാനാണ് ആരോ ഇട്ടിട്ടുള്ളത്. കാരണം നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് കൗണ്ടർ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ആരോ ഇട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ, ഷിഫ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇത് 0 എല്ലാം നമ്മളങ്ങ് 0 ആക്കി മാറ്റി.
പിന്നെയാണ് നമ്മുടെ ക്ലോക്ക് പൾസ് ആക്റ്റീവ് ആക്കുന്നത്. കണ്ടോ, ക്ലോക്ക് പൾസ് ആക്റ്റീവ് ആകുന്നത് ഫസ്റ്റ് കേസാണിത്. ക്ലോക്ക് പൾസ് ഫസ്റ്റ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ പ്രീസെറ്റ് ചെയ്യും. ഫസ്റ്റ് FFനെ പ്രീസെറ്റ് ചെയ്യും. അതാണ് ഇത് 1 ആയി, ഇവിടെയും 1 ആയി, ബാക്കിയൊക്കെ 0 ആണ്. 1 0 0 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇത് 1 ആയി. നെക്സ്റ്റ് കേസ് വരുമ്പോൾ എന്താണ്, ഇത് ഇങ്ങോട്ട് ജമ്പാവും, അതായത് ഇങ്ങോട്ട് എത്തും. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ പിടിച്ചിട്ട് ഈ FFക്ക് കൊടുക്കും, അതാണല്ലോ ഈ ആരോ. അപ്പോൾ എന്തായി, ഇവിടെയുള്ള 0നെ പിടിച്ച് ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ 0 1 0 0, അതാണിത് 0 1 0 0. അപ്പോൾ ഇത് 1 ആയി, ഇതൊക്കെ 0 ആയി. ഓക്കെ, കണ്ടോ, ഇതൊക്കെ 0 ആയി, ഇത് മാത്രം 1 ആയി, കാരണം ഷിഫ്റ്റ് ചെയ്തു ഇങ്ങോട്ട്, റൈറ്റിക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. തേർഡ് കേസ് വരുമ്പോൾ വീണ്ടും റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണിത്, വേറെ കളറിലാണ് കൊടുത്തിട്ടുണ്ട്, വയലറ്റ് കളറിൽ. അപ്പോൾ എന്തായത്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 0 0 1 0. അപ്പോൾ ഈ 0 ഇങ്ങോട്ട് വന്നു, അതാണ് അങ്ങനെ വന്നത്. 0 0 1 0 വന്നു. ലാസ്റ്റ് കേസിൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് FFലെത്തി 1. അപ്പോൾ എന്തായി, 0 0 0 1. ഓക്കെ, പിന്നത്തെ കേസാണ്. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് കേസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള ഈ 1നെ പിടിച്ച് വീണ്ടും നമ്മുടെ FFലേക്കെത്തും. അതാണിത് 1 0 0 0 എത്തി, വീണ്ടും എത്തും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മളുടെ റിംഗ് കൗണ്ടറിനകത്ത് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട്, സർക്കുലർ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് അല്ലേ, കണ്ടോ, D ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, JK ഫ്ലിപ്പ് ഫ്ലോപ്പും കൊടുക്കാം. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു J ഉണ്ടായിരിക്കും, ഇവിടെ ഒരു K ഉണ്ടായിരിക്കും. അപ്പോൾ Jന്ന് ഇങ്ങനെ ഈ Qന്ന് ഇങ്ങനെ Jക്കും വരും ലൂപ്പ്, അതേപോലെ Kക്കും ലൂപ്പ് വരും. ഇവിടെ നിന്ന് അതേപോലെ Q' ഉണ്ടാവും. Q' എന്ത് ചെയ്യും, നേരെ Kക്കും ലൂപ്പ് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ JK FF ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വരക്കാം. പക്ഷേ നമ്മളിവിടെ D ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് സിമ്പിളാണ്, കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ജസ്റ്റ് ഇതേ ഫിഗർ തന്നെ നിങ്ങൾ റിംഗ് കൗണ്ടറിന് വരച്ചാൽ മതി. അതേപോലെ ഇങ്ങനെ ഒരു ടൈമിംഗ് ഡയഗ്രവും വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജോൺസൺ റിംഗ് കൗണ്ടറാണ്. നമ്മുടെ ജോൺസൺ റിംഗ് കൗണ്ടറിനെ നമുക്ക് വേണമെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടേഴ്സും എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിംഗ് കൗണ്ടറിനെ ട്വിസ്റ്റഡ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ജോൺസൺ കൗണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നതെന്നൊക്കെ നോക്കാം. ബേസിക് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റിംഗ് കൗണ്ടർ ഈസ് ദാറ്റ് ദ മാക്സിമം നമ്പർ ഇറ്റ് ക്യാൻ ബി കൗണ്ട് അപ്പ് ഈസ് ലിമിറ്റഡ് ടു എ വാല്യൂ ഈക്വൽ ടു ദ നമ്പർ ഓഫ് FS. നമ്മുടെ സ്റ്റാൻഡേർഡ് റിംഗ് കൗണ്ടർ, അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ റിംഗ് കൗണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്, അതിൻ്റെ നമ്പർ ഓഫ് FFൻ്റെ ബേസിലായിരിക്കും എത്ര വരെ അതിന് കൗണ്ട് ചെയ്യാൻ കഴിയും എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത് ലിമിറ്റഡ് ആണ്. സോ 3 FF ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് ആകെ 3 വാല്യൂസ് ഉണ്ടായിരിക്കുള്ളൂ, 0 0 1 0 1 0 0 1 1. പിന്നെ റിപ്പീറ്റ് ചെയ്താലല്ലേ വന്നിരുന്നത്, നമ്മളിപ്പോൾ റിംഗ് കൗണ്ടർ ചെയ്തപ്പോൾ കണ്ടതല്ലേ, വീണ്ടും റിപ്പീറ്റേഷനാണ് വന്നത്. സെയിം ഇത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജോൺസൺ കൗണ്ടർ കൊണ്ടുവന്നു. So the number of states can be double if the ring counter is connected to a twisted ring counter. നമ്മളിത് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെ ഡബിൾ ആക്കി മാറ്റാം എന്നാണ് നമ്മുടെ ജോൺസൺ കൗണ്ടർ പറയുന്നത്. A twisted ring counter is a circular shift register with complement output of the last flip flop is connected to the input of the first flip flop. അതായത് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് FFക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊരു ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറാക്കി മാറ്റുന്നത്. ഫിഗർ കാണിക്കാം, അപ്പോൾ എങ്ങനെ ഇത് ട്വിസ്റ്റഡ് ആക്കിയെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. Instead of the counting through a fixed set of patterns like normal ring counter and repeat, the Johnson counter count up and then down an initial logic 1 passes through it to the right, replacing preceding logic 0. ഇതിനകത്ത് എന്താ വെച്ചാൽ അപ്പും ഡൗണും ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പാക്കി കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇനീഷ്യലി 1 1 ഇങ്ങനെ നമ്മുടെ 0നെ റീപ്ലേസ് ചെയ്ത് 1 സെറ്റാക്കി കൊടുക്കും. പിന്നെ തിരിച്ച് ഡൗൺ ആകുമ്പോൾ 0നെ സെറ്റാക്കി കൊടുക്കും. ഞാൻ കാണിക്കാം, ഫിഗർ വെച്ച് പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് അത് അപ്പും ഡൗണും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലോജിക് ഡയഗ്രം എന്ന് പറയുന്നത്. 4 FF ആണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിങ്ക്രണസ് ആയതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ക്ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ J ഉണ്ട്, K ഉണ്ട്, Q ഉണ്ട്, Q' ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഔട്ട്പുട്ട് നെക്സ്റ്റ് FFക്കൊക്കെ പാസ് ചെയ്യുന്നത് അതൊക്കെ കറക്റ്റാട്ടോ. അതേപോലെ Q' ഇങ്ങനെ പോകുന്നുണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ എന്താ നടക്കുന്നത്, നമ്മൾ ട്വിസ്റ്റഡ് സർക്കുലേഷൻ നടക്കുന്ന ഇവിടെയാണ്. ക്യൂവിൻ്റെ ഔട്ട്പുട്ട് ഇതുവരെ നമ്മൾ എന്താ ചെയ്തത്, മേലെ ജെക്കല്ലേ ലാസ്റ്റ് കൊടുത്തിരുന്നത്, അതായത് D ചെയ്തപ്പോൾ Dക്കല്ലേ കൊടുത്തിരുന്നത്. പകരം എന്താ ചെയ്യുന്നത്, ട്വിസ്റ്റഡ് ആയിട്ട് ക്യൂവിനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും, ഈ കേക്കും കൊടുക്കും, നമ്മളുടെ Q' പിടിച്ചിട്ട് ഇങ്ങനെ ജെക്കും കൊടുക്കും. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് റിസൾട്ട് പാസ് ചെയ്യുന്നത്. ഇവിടെയാണ് പ്രത്യേകത കിടക്കുന്നത്. പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ക്ലിയർ ഓപ്ഷനൊക്കെയാണുള്ളത്, അതൊക്കെ ഓക്കെയാണ്, നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ക്യൂവിനെ പിടിച്ചിട്ട് ഇങ്ങനെ കേക്കും കൊടുക്കും, Q' പിടിച്ചിട്ട് ആർക്കും കൊടുക്കും, ജെക്കും കൊടുക്കും.
അത് മാത്രമേ ഉള്ളൂ ചേഞ്ച്. അങ്ങനെയാണ് നമ്മളൊരു 4-bit ജോൺസൺ റിംഗ് കൗണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം എന്തായിരിക്കും, ഇതൊക്കെ 0 ആയിരിക്കും കേട്ടോ. അത് അവിടെ ട്രൂത്ത് ടേബിളും, നമുക്ക് ട്രൂത്ത് ടേബിളും വെച്ച് പറയാം. ആദ്യത്തെ കേസ് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ Q0 എത്താണ്, ഇവിടെ 0 ആയിരിക്കും, എല്ലാം 0 ആണല്ലോ. അപ്പോൾ Q' എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ 1നെ നമ്മളിങ്ങനെ ജെക്ക് കൊടുത്തു. അപ്പോൾ ഇത് 1 ആയി, ഇതൊക്കെ 0 ആയി. അതാണിത് 1 0 0 0. നെക്സ്റ്റ് കേസ് വരുമ്പോൾ എന്താണ്, ഈ 1നെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇത് 1 ആയി. ഇവിടെ എന്തായിരിക്കും, ഇവിടെ Q' അപ്പോഴും ഇവിടെയൊക്കെ 0 ആണല്ലോ, അതുകൊണ്ട് Q' അപ്പോഴും 1 ആയിരിക്കും. ആ 1നെ പിടിച്ചിങ്ങോട്ട് കൊടുക്കും. അപ്പോൾ 1 1, അതാണിത് 1 1 0 0 വന്നു. നെക്സ്റ്റ് കേസ് വരുമ്പോഴോ അപ്പോഴും ഇവിടെ 0 ആണ്. ഇതൊക്കെ നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടോ നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. നെക്സ്റ്റ് കേസിൽ ആരാണ്, ഇത് 1 ആയി, ഇത് 1 ആയി. ഇവിടെ എന്തായിരിക്കും, ഇവിടെ അപ്പോഴും ഇവിടെ 0 ആണല്ലോ ഉള്ളത്. ബേസിക്കലി അവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 1 ആണ്. അപ്പോൾ ആ Q' 1നെ പിടിച്ചിട്ട് വീണ്ടും ഇവിടെ എത്തും. അപ്പോൾ 1 1 1 0, അതാണിത് 1 1 1 1 0. ഇനി എന്താ ചെയ്യുക, ലാസ്റ്റ് കേസ് എത്തുമ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഈ 1 ഇവിടെ എത്തും, ഈ 1 ഇവിടെ എത്തും, ഈ 1 ഇവിടെ എത്തും. അപ്പോൾ ഇത് 1 1 1 ആയി. അപ്പോൾ ഇവിടുത്തെ റിസൾട്ട് എന്താണ്, അപ്പോഴും ഇവിടുത്തെ റിസൾട്ട് 0 ആണല്ലോ, ഔട്ട്പുട്ട് 0 ആണല്ലോ. ഇവിടെ 1 എത്തിയിട്ടുള്ളൂ, ഞാൻ ഔട്ട്പുട്ട് എത്തണം. അപ്പോൾ ഇവിടെയുള്ള 1 വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ എന്തായി, 4 1 ആയി, 1 1 1 1. അതാണിത്. അപ്പോൾ നമ്മൾ അപ്പ് കൗണ്ട് ചെയ്തു. ഇനി നമ്മൾ ഇനി 5ാമത്തെ സ്റ്റേറ്റ് തൊട്ട് നമുക്ക് ക്ലോക്ക് പൾസ് തൊട്ട് നമ്മൾ ഇനി ഡൗൺ ആണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും 0 ആയിട്ട് റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ വരും. നോക്കുക, അപ്പോൾ ഇവിടെ എത്തിയില്ല, നമ്മളെല്ലാം 1 ആയി. അങ്ങനെ എല്ലാം 1 ആയപ്പോൾ ഈ ഔട്ട്പുട്ട് എന്തായി, അതിൻ്റെ 1 ആണ്. കാരണം ഇവിടെ 1 എത്തിക്കഴിഞ്ഞല്ലോ, എത്തിക്കഴിഞ്ഞ് ഒരു ഔട്ട്പുട്ടും കിട്ടി, അത് 1 ആയി. അത് 1 ആവുന്ന നിമിഷം നമ്മുടെ Q' എന്തായി, 0 ആയി. അപ്പോൾ പിന്നെ ഇവിടെ ആരാ വരുന്നത്, 0 വരും. അപ്പോൾ 0 1 1 1. ഓക്കെ, അങ്ങനെയാണ് ഇത് 0 1 1 1 വന്ന്. നെക്സ്റ്റ് കേസ് എത്തുമ്പോൾ അപ്പോഴും ഇവിടെ ഇനി 1 ആണുള്ളത്. അപ്പോൾ ഈ Q' എന്തായി, വീണ്ടും 0 ആയി. അപ്പോൾ 0 0 1 1, അതാണിത്. പിന്നത്തെ കേസ് വീണ്ടും അതേ വാല്യൂ തന്നെ വരും. അപ്പോൾ 0 0 0 1 വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മളുടെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ, അതായത് ജോൺസൺ റിംഗ് കൗണ്ടർ. ഓക്കെ, രണ്ടും പറയാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും എക്സാമിന് എഴുതാൻ കേട്ടോ. ഞാൻ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ പറയുമ്പോൾ അയ്യോ അതെനിക്കറിയില്ലല്ലോ, ജോൺസണെ എനിക്കറിയുള്ളൂ എന്ന് കരുതരുത്. ജോൺസണ് ചോദിച്ചാലും ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ചോദിച്ചാലും എക്സാമിന് എങ്ങനെയും ചോദിക്കുക. പക്ഷേ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളെ ചോദിക്കുള്ളൂ. പക്ഷെ പല ലോജിക്ക് യൂസ് ചെയ്തും ചോദിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കിപ്പോവും. അപ്പോൾ അത് എനിക്കറിയില്ലല്ലോ എന്ന് കരുതി അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. മിനിമം അറിയുന്ന വെച്ചെങ്കിലും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ആകെ അതേ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരുടെയും കേസല്ല, ബിലോ ആവറേജ് കേസുകൾ ഉണ്ടാവാം. കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ പഠിക്കാൻ കൂടുതൽ സമയം കിട്ടാത്തവരൊക്കെ അത് മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടെങ്കിലും പാസ്സാക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഇത്രയും ടഫ് സബ്ജക്റ്റാണ്, എനിക്കറിയാം അത് വളരെയധികം ടഫായ സബ്ജക്റ്റാണ്. പക്ഷേ എന്ന് കരുതി മാർക്ക് കളയത് കുറേ നേരം ഇരുന്ന് പഠിക്കുന്ന വേണം. അങ്ങനത്തെ കൺസെപ്റ്റുകളാണ് ഇതിനകത്തുള്ളത്. ചെറിയ കാര്യങ്ങൾ ഒത്ത 0s 1s ഉള്ളൂ, പക്ഷേ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ 0s 1s ഒക്കെ. ഇനി നമ്മൾ അതിൻ്റെ ടൈമിംഗ് ഡയഗ്രം കൂടെ നോക്കാം. ഫസ്റ്റ് കേസ് എന്തായിരുന്നു, 1 0 0 0 കണ്ടോ. ഫസ്റ്റ് കേസ് ഇതാ 1 0 0 0. നെക്സ്റ്റ് കേസ് എത്തിയപ്പോഴോ 1 1 0 0. നെക്സ്റ്റ് കേസ് 1 1 1 0. ഇത് വെച്ചിട്ടാണ് ഞാൻ പറയണത് കണ്ടോ. ഇത് ഹൈ ആയി നിൽക്കണമൊക്കെ 1 ആണ്. നെക്സ്റ്റ് ഫോർത്ത് കേസ് 1 1 1 1 ഒക്കെ 1 ആയി. വീണ്ടും ഫിഫ്ത്ത് എത്തിയപ്പോൾ എന്തായത് 0 1 1 ആയില്ലേ കണ്ടോ. ഇവിടെ ഇതുവരെ എന്നിട്ട് ഇവിടെ ലോ ആയി. അപ്പോൾ 0 ആയി, 0 1 1 1. നെക്സ്റ്റ് കേസ് വന്നപ്പോൾ 0 0 1 1. സോറി, എനിക്ക് താഴേക്ക് പോയിൻ്റെയും കയ്യില്ല, അതാണ് പ്രശ്നം. 0 0 0 1 ആയി. ലാസ്റ്റ് 8th പോയിൻ്റ് എത്തിയപ്പോൾ തന്നെ ഒക്കെ 0 ആയി. വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ 4 FF ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 8 വരെ നമുക്ക് കിട്ടിയില്ലേ. അതാണ് നമ്മളുടെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറിൻ്റെ പ്രത്യേകത, അതായത് നമ്മുടെ ജോൺസൺ കൗണ്ടർ. ഇതോടുകൂടി നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആയി. നമ്മൾ ഒരുപാട് ടൈപ്സ് കൗണ്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിക്കണം, കാരണം എക്സാമിന് ഏതാ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിച്ചാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഫിഗേഴ്സൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ, അപ്പോൾ ഇതൊന്ന് മറ്റേക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തോ ചെറിയ മാറ്റം വരുന്നു എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിളായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ തീർന്നു. ഞാൻ മാക്സിമം ഷോർട്ടാക്കിയത്, കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബേർഡനായിട്ട് മാറരുത് എന്ന് കരുതിയിട്ട് അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടാണ് കറക്റ്റ് കൺസെപ്റ്റുകൾ വെച്ചൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു കൂടുതൽ ബുദ്ധിമുട്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മുടെ 3rd, 4th, 5th ഒരിക്കലും നമുക്ക് ഇതുപോലെ ചുരുക്കി പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വൈഡായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഇത് തന്നെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറേ ഫിഗർ ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു 4-bit ജോൺസൺ റിംഗ് കൗണ്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയോ പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. ഇത് 4-bit ആയതുകൊണ്ട് 4 FF ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജോൺസൺ ആണ്. പിന്നെ റിംഗ് കൗണ്ടർ ആയതുകൊണ്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിങ്ക്രണസ് ആയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള ക്ലോക്കാണ്. ഈ ഒരു ഫിഗർ വെച്ചാൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ്, ഇതിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് എത്രയോ പോയിൻറ്റ്സ് ഈ ഒരു ഫിഗർ വെച്ചിന് കഴിയും. പക്ഷേ ഒരിക്കലും നമ്മളുടെ
തേർഡും ഫോർത്തും ഫിഫ്ത്തും അങ്ങനെ നമുക്ക് പോയിന്റ് വെച്ച് എഴുതാൻ കഴിയില്ല. കാരണം ഇതിന് കൗണ്ടേഴ്സ് തന്നെ ഒരുപാട് ടൈപ്പ് കൗണ്ടേഴ്സാണ് പറയുന്നത്. അപ്പോൾ ആ കൗണ്ടറിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഈ എല്ലാ കൗണ്ടേഴ്സിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ കഴിയും. മനസ്സിലായോ? ഇപ്പോൾ ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ കൗണ്ടറിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ വെച്ചിട്ട് അതിൻ്റെ പേര് മാറുന്നതിനനുസരിച്ച് മാത്രമേ പേര് മാറ്റിയിട്ട് ആ കൺസെപ്റ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അങ്ങനെ എത്രയും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഫിഗറിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. വെറുതെ കുറേ തിയറി വായിച്ചിരുന്നാലും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഫിഗർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ തീർന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. പിന്നെ നോട്ട്സ് ഒരു തരത്തിൽ എഴുതിയെടുക്കാൻ പറ്റത്തില്ല, മിനിമം പ്രിൻറ്റെങ്കിലും എടുക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഈ കൗണ്ടേഴ്സ് ഒന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല, പക്ഷേ നമുക്ക് പഠിക്കേണ്ടതുണ്ട് കാരണം സിലബസ് പ്രകാരം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.